ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തോടെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അവർ സംസാരിക്കട്ടാ. ഇത് അവർ ശരിക്കും സംസാരിക്കുന്നതല്ല, നമ്മൾ സംസാരിപ്പിച്ച് കൊടുക്കുന്നതാണ്. ചെടികൾ സംസാരിക്കുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെ ഓക്കെ, ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത് അതോ ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്? ഈ ഭാഗത്തും ആ ഭാഗത്തും പല ചെടികളുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഗൈസ്, ഇത് മത്തൻ ചെടിയാട്ടാ. ഇതില്ലേ ഈ ചെടി, ഇത് മത്തൻ ചെടിയാട്ടാ. വള്ളിയൊക്കെ തെളിഞ്ഞിരിക്കുന്നു. മത്തൻ ചെടിയാണ് ഗൈസ്. അടുത്തത് എനിക്കിതിൻ്റെ പേരറിയില്ല ഗൈസ്. ഇങ്ങോട്ട് അത് നാസിലാൻ്റെ പണിക്കാരാ. എന്തൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾ. ഇവനെ വിളിക്കുന്നുണ്ട്, പക്ഷേ നമുക്കറിയില്ല. കുറേ ഉണ്ടായിരിക്കണം. എത്രയൊക്കെ പറിച്ചാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊന്നും കാണിച്ചിരുന്നില്ല ഈ ചെടി. ചിലപ്പം കാണിച്ചിട്ടുണ്ടാവുന്നു അല്ലേ. ഇത് മുളകല്ല. നോക്കണം, ഈ ചെടി ആർക്കെങ്കിലും അറിയണം നോക്കാം. ഇത് ഇതിൻ്റെ ഉള്ളിലും മണികളുണ്ടാവും. ഇത് കടുകാട്ടാ. ഈ മണി കടുകാട്ടാ. നീ നല്ല ഇത് പഞ്ചസാരയാണ്. അത് പഞ്ചസാര. ഇത് മഞ്ഞ കളറിലുള്ള വെള്ള കളറിലുള്ള പഞ്ചസാര. ഇതറിയണവർ കമൻറ്റിലിടുക. എൻ്റെ ഉമ്മാനോട് ചോദിച്ചു നോക്കി, പക്ഷെ ഉമ്മാക്ക് അറിയില്ല. അറിയണവർ കമൻറ്റിലിടുക ഗൈസ്. നമുക്ക് അടുത്തത് ഈ ഭാഗത്തേക്ക് പോവാനായിട്ടില്ല ഗൈസ്. നമുക്ക് ഇതും കൂടി പരിചയപ്പെടുത്തണ്ടേ. ഇത് ചീരൻ്റെ ചെടിയാട്ടോ. ചീരച്ചെടി ഉമ്മാൻ്റെയാണ്. വെച്ച് ഇതിന് ഇലയൊക്കെ പട്ടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ചെയ്യുന്നു. ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്ക് ഈ ഭാഗത്തേക്ക് പോവാം ഗൈസ്. ഫസ്റ്റ് തന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താ പറയുക, ഇതിൻ്റെ പേരക്കൻ്റെ മരമാണ്. മുമ്പിലും ഉണ്ട് പേരക്കൻ്റെ മരം. ഇത് മുരിങ്ങടലൻ്റെ മരമാണ്. മരമല്ല, ചെടി ഗൈസ്. ഈ വലിയ മരമില്ലേ, ഈ വലുത്, ഇതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ മരം. നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഇവിടെ എന്നും രാവിലെ വീഴും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ കുറേ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്, പഴുത്തതും പഴുക്കാത്തതും ഒക്കെ. ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഞാനൊരു സാധനം എടുക്കുന്നുണ്ടായിരുന്നു. അത് പാഷൻ ഫ്രൂട്ടാണ്. ഇതാണ് സാധനം ഗൈസ്. ഇത് ഇതിൻ്റെ ഈ നടു കുറച്ച് മുറിച്ചിട്ട് അതിൽ ഉപ്പോ പഞ്ചസാര എന്താച്ചാൽ ഇടാം. അത് പിന്നെ ഇതിൻ്റെ മേലെ ഉണ്ടാവണതാണ്. എൻ്റെ അപ്പച്ചി കുഴിച്ചിട്ടാണ്. അങ്ങനെ വലുതായി ഞങ്ങൾക്ക് അത്ഭുതമായിപ്പോയി. ഇതിൽ കുറേ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മേലെ തൂങ്ങിക്കണ്. ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു. അല്ലോ, എത്രണ്ണ കണ്ട തൂങ്ങിക്കണ്. ഇതൊക്കെ പാഷൻ ഫ്രൂട്ടാ ഗൈസ്. കണ്ട ഇടയിലൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടാവും, പല ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും. ബബ്ലൂസ് നാരങ്ങ കണ്ടുണ്ടോ? ബബ്ലൂസ് നാരങ്ങ, ഇതാണ് ബബ്ലൂസ് നാരങ്ങ. കുറേ ഉണ്ട് കേട്ടോ. കാലത്തൊക്കെ തന്നെ വരുമ്പോൾ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകും. ഇതൊക്കെ കുറേ ഉണ്ടായിക്കണം കേട്ടോ. ഇവിടെയൊക്കെ തൂങ്ങി ഇങ്ങനെ നിൽക്കുക. കുറേ ഉണ്ട്.
ഞങ്ങൾ വീഴണതൊക്കെ അനുസരിച്ചിട്ട് എടുത്തേക്കുവേ. ഇവിടെ മുരിങ്ങടലിൻ്റെ ഇതുണ്ട്, അത് വലുതായിക്കണ്. എൻ്റെ മുത്തു കുഴിച്ചിട്ടാണത്, കാണിച്ചു തരാം. ഇത് മുരിങ്ങടലിൻ്റെ മരാട്ടോ, വലുതായിക്കണ്. ഇത് പല പല ചെടികളാട്ടോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അറിയണവർ കമൻറ്റ് ഇടാം. ഇത് ഒരു ചെടിയാണ്, എന്തിനെന്ന് എനിക്കറിയില്ല. ഇത് എന്തിൻ്റെയാണാവും. ഇത് അവളാ താത്താൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്, ഇത് ബൽക്കിമാരുടെ വീട്ടിലൊക്കെ ഉണ്ട്. ഇത് ചുളുങ്ങി, ഇതൊക്കെ ചുളുങ്ങി ഗായ്സ്. ഇതൊക്കെ നല്ല ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ്. പക്ഷെ പേരൊന്നും എനിക്ക് വെച്ചില്ല ഗായ്സ്. അവിടെയും ഉണ്ട് കുറച്ച്, അത് തന്നെ കാണിച്ചില്ല, ലാസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു ചെടിയാണ്, ഞാനന്ന് കാണിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഇതൊരു ചെടിയാണ് ഗൈസ്, നല്ല ഇഷ്ടപ്പെട്ട ചെടിയാണ്. ഇതും ഒരു ചെടിയാണ് ഗൈസ്, അടിപൊളി ചെടി. ഞാൻ അന്ന് കാണിച്ച മാതിരി ഒരു മുരിങ്ങടല വേപ്പിൻ്റെ ഇലൻ്റെ ചെടി, ഞാനവിടെ മുരിങ്ങടലാന്ന് പറഞ്ഞ് തോന്നുന്നു, സംശയം. ഒരു ആരുടെങ്കിലും വീട്ടിലുണ്ടാവും ഈ ചെടി, എല്ലാവരും വീട്ടിലുണ്ടാവുമെന്ന് തോന്നുന്നു. ഇവിടെ ഇതിൻ്റെ പേരൊക്കെ എന്താണാവും. പല ആൾക്കാരും വീട്ടിൽ ഇതൊക്കെ കുക്ക് ചെയ്യും. പേരെന്താണെന്ന് അറിയണവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഞങ്ങളെ വീട്ടിൽ, അവിടുത്തെ വീട്ടിലത്തെ ആൾക്കാരുടെ ഒക്കെ പല പല വലുപ്പത്തിലുള്ള പല രൂപത്തിലുള്ള ചെടികളാണ്. അതൊക്കെ അങ്ങോട്ട് ചെന്ന് അവർ ചീത്ത പറയും, വർക്കൗട്ടാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞതാണ്. എൻ്റെ വീട്ടിലും അങ്ങനത്തെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ച നാട് ഗൈസ്, ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ മരമില്ലേ, ആ ബബ്ലൂസ് നാരങ്ങൻ്റെ അടുത്ത് തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ വേറൊരു മരം ഉണ്ട് തോന്നുന്നു കേട്ടോ. അവിടുന്ന് പാഷൻ ഫ്രൂട്ട് വേറെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ, ഇതിൻ്റെ ഫസ്റ്റൊക്കെ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല. ഇത് മാങ്ങൻ്റെ മരമായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ എൻ്റെ അപ്പച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ചുരുക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ടാണ് പാഷൻ ഫ്രൂട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവില്ലേ, നിങ്ങൾക്ക് കരുതി നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടമായി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് അമർത്തണേ ഗൈസ്. ബൈ.